ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, യങ് ഇന്ത്യ ഒരു ബിസിനസ് പ്രവർത്തനത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ സ്ഥാപനമല്ലെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. അത് അസോസിയേറ്റ് ജേണൽ, യങ് ഇന്ത്യ, കോൺഗ്രസ് ഇവരൊക്കെ ചേർന്ന് കുറ്റകരമായ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് ഇ ഡി പറയുന്നത്. നോക്കൂ കൃഷ്ണരാജേ, ഈ അസോസിയേറ്റ് ജേണൽസിൻ്റെ ഉടമകളും യങ് ഇന്ത്യയുടെ ഉടമകളൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. നമ്മളിത് എത്ര ചർച്ച ചെയ്താലും നമുക്കിതിൽ കോൺഗ്രസിനെ പടുകുഴിയിലേക്ക് തള്ളിയിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഇതൊരു രാജ്യത്തിൻ്റെ സ്വത്താണെന്നാണ് BJPയിലെ നമ്മുടെ സുഹൃത്തായ ശ്രീരാജ പറയുന്നത്. രാജ്യത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിൻ്റെ സ്വത്താണല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാജ്യത്തിൻ്റെ സ്വത്താകുമ്പോൾ അവരുടെ മുഖപത്രവും രാജ്യത്തിൻ്റെ സ്വത്താണ്. അത് നല്ല കാര്യമാണ്. അതൊക്കെ നമുക്ക് കേൾക്കാൻ നല്ല രസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തിൻ്റെ സ്വത്തായി മാറുന്നു എന്നുള്ളത്, അങ്ങനെ വരുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ മുമ്പിൽ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. കൃഷ്ണരാജ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ പറഞ്ഞിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് അവർക്ക് വിശ്വാസമുള്ള 2 നേതാക്കൾക്ക് കൂടുതൽ ഓഹരി കൊടുക്കുന്നു. ഈ അസോസിയേറ്റഡ് ജേണൽസ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കയ്യിൽ നിന്നും കൊച്ചു സംഖ്യ പിരിച്ചെടുത്തതും ഒപ്പം നെഹ്റുവിൻ്റെ സമ്പാദ്യം ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമ്പാദ്യം ഉണ്ടായിരുന്നു. ഇത് നെഹ്റുവിൻ്റെ പത്രമാണെന്നേ, സംശയം വേണ്ട. നെഹ്റു 3 പത്രം തുടങ്ങി. ആ 3 പത്രത്തിലൊരു പത്രമാണിത്. 1969 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിളർന്നപ്പോഴും നാഷണൽ ഹെറാൾഡ് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു. അത് നമ്മൾ മനസ്സിലാക്കുക. പ്രഗത്ഭരായ ചലപതി റാവുവിനെ പോലുള്ള പ്രഗത്ഭരായ പത്രാധിപന്മാരായിരുന്നു അത് കൊണ്ടു നടന്നിരുന്നത്. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ മുഖപത്രം അത് ചില സന്ദർഭങ്ങളിൽ നിലച്ചു പോകും, പിന്നീട് അത് ഉയർത്തെഴുന്നേൽക്കും. അത് പുതുമയുള്ള കാര്യമില്ല. ഇപ്പം നമ്മുടെ BJPയുടെ ഭരണമാണല്ലോ, ഈ ഭരണ സമയത്താണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിൽ BJPയുടെ മുഖപത്രം ജന്മഭൂമി നിലച്ചുപോയില്ലേ? ഒരു ഘട്ടത്തിൽ പൂട്ടിപ്പോയില്ലേ? പിന്നെ തിരിച്ചു വന്നില്ലേ? ഇപ്പോഴും ഇറങ്ങുന്നില്ലേ? അപ്പം അതൊക്കെ സ്വാഭാവികമാണ്. ഈ പത്രത്തിൻ്റെ ഒക്കെ കമ്പനികൾ വ്യത്യസ്തമല്ലേ? BJP പ്രസിഡന്റ് നയിക്കുന്ന പത്രമാണോ ജന്മഭൂമി? അല്ലെങ്കിൽ മറ്റേ CPM നേരിട്ട് നടത്തുന്നതാണോ കൈരളി ചാനൽ? അല്ലല്ലോ. ജനം TV അങ്ങനെ അല്ലല്ലോ. ഇതിനൊക്കെ പ്രത്യേക സ്ഥാപനങ്ങളും വിഭാഗങ്ങളും രജിസ്ട്രേഷനൊക്കെ ഉണ്ട്. അത് എല്ലാ മുഖപത്രങ്ങൾ, പാർട്ടിയുടെ മുഖപത്രങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് ആരാണോ ആ പത്രത്തെ നിയന്ത്രിക്കുന്നത്, ആ നിയന്ത്രിക്കുന്ന പാർട്ടി അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പം മമ്മൂട്ടിയാണ് കൈരളി TVയുടെ ആൾ. മമ്മൂട്ടി CPMൻ്റെ ഏതെങ്കിലും കമ്മിറ്റിയിലുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ജന്മഭൂമിയുടെ മറ്റേ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. മുഖപത്രം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുനടക്കുന്ന സാമ്പത്തികമായ സ്രോതസ്സൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കൈകാര്യം ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് 2008-ലോ 2009-ലോ 2010-ലോ എങ്ങാണ്ട് നിലച്ചുപോയത്, നിന്നു. അങ്ങനെ നിന്നപ്പോഴാണ് അതിലത്തെ ജീവനക്കാരും കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അന്ന് മറ്റേ രാജ്യം ഭരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരെന്തെന്ന് വെച്ചാൽ അവർ ഭരിക്കുമ്പോൾ ആ മുഖപത്രം മുടങ്ങാൻ പാടില്ലല്ലോ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കുറച്ച് പണം കൊടുത്തു. ആ പണം കൊടുത്തത് പലിശയില്ലാത്ത പണം. ആ പണം കൊണ്ട് എനിക്ക് തോന്നുന്ന പത്രം നന്നാക്കാനാണോ ശ്രമിച്ചത്? ജീവനക്കാരുടെ മറ്റു കാര്യങ്ങളും പത്രം നന്നാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ആ പത്രം വീണ്ടും ഈ പണം കൊടുത്തത് തിരിച്ചു കൊടുക്കണ്ടേ കോൺഗ്രസ്സിന്? അതാണല്ലോ ഈ ക്രയവിക്രയം എന്നൊക്കെ പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ വരുമ്പോൾ അങ്ങനെ, അല്ലാണ്ട് കോൺഗ്രസ് അല്ല ക്രയവിക്രയം നടത്തിയത്. അപ്പം അങ്ങനെ വരുമ്പോൾ യങ് ഇന്ത്യ എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ടാക്കി. ആ യങ് ഇന്ത്യയിലുള്ള ആളുകളും ഈ മറ്റേ അസോസിയേറ്റഡ് ജേണലിസ്റ്റുള്ളവരുണ്ട്. കോൺഗ്രസിൻ്റെ പ്രസിഡന്റും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കും തന്നെയാണ് 76% ഓഹരി ഉള്ളത്. എന്തുകൊണ്ടാണ് 76% ഓഹരി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോൺഗ്രസ്സുകാർക്ക് വിശ്വാസത്തിലുള്ള കുടുംബമാണ് സുഹൃത്തേത്. എന്താ സംശയം അതിൽ? നമുക്ക് വിശ്വാസമില്ലാത്ത ഏതെങ്കിലും നേതാക്കളുടെ ഈ പത്രം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ നാളെ വേറൊരു പാർട്ടി പോയാൽ എന്ത് ചെയ്യും? അത് കോൺഗ്രസിൻ്റെ മാത്രം പ്രശ്നമല്ല. ആരാണോ ഭരിക്കുന്നത് അവരോട് ഒട്ടു നിൽക്കുന്ന സ്വഭാവം എല്ലാ രാഷ്ട്രീയ കക്ഷികളിലെയും ചിലർക്കുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ നടത്തിപ്പേൽപ്പിച്ചാത്ത അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഒരിക്കലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിട്ടുപോവില്ല. അതുകൊണ്ട് അവരുടെ പേരിൽ കൂടുതൽ ഓഹരി കൊടുത്തു. ഇതാണ് എൻ്റെ പച്ച മലയാളം. അതിലെന്താ തെറ്റുള്ളത്? അത് അന്വേഷണം നടത്തി എത്ര കാലമായി അന്വേഷണം നടത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീ മോഹൻ വർഗീസും അതുപോലെ നമ്മുടെ BJPയുടെ സുഹൃത്തായ ശ്രീരാജൊക്കെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ,
നമ്മൾ ഇത് മറ്റേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മറ്റേ ചോദ്യം ചെയ്യുകയും അവരെ പീഡിപ്പിക്കുകയൊക്കെ മാനസികമായി ചോദ്യം ചെയ്ത് പീഡിപ്പിക്കുകയും ചെയ്തുകൊണ്ട് BJPക്ക് മറ്റേ കോൺഗ്രസിന് അധികാരം കൂടുതൽ സീറ്റ് കിട്ടി, BJPക്ക് അധികാരം നഷ്ടപ്പെട്ടു, സീറ്റ് കുറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ച ഈ രണ്ട് നേതാക്കളെയും, അതായത് അമ്മയും മകനും എന്നത് മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റിനെയും മുൻ പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയും ആയിരുന്ന ആളുകളെയൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ നേതാക്കളാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് എന്നൊരു സന്ദേശം കൊടുക്കാൻ രാഷ്ട്രീയമായി BJP ശ്രമിച്ചു കാണുമല്ലോ. ആ ശ്രമം പരാജയപ്പെട്ടത് കൊണ്ടാണ് BJPക്ക് ഇന്ന് മറ്റുള്ളവരുടെ സഹായത്താൽ ഭരിക്കേണ്ടി വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ആ രാഷ്ട്രീയമായ സന്ദേശം ജനങ്ങൾ ഉൾക്കൊണ്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൃഷ്ണരാജെ, അതായത് രാഷ്ട്രീയമായ ഒരു നേട്ടം ഇതിൽ BJPക്ക് ഒരിക്കലും ലഭിക്കില്ല. കാരണം എന്താ വെച്ചാൽ കോടതി കേസും കാര്യങ്ങളും നടക്കട്ടെ, കോടതിക്ക് മുമ്പിൽ തെളിവും മറ്റു കാര്യങ്ങളും സാങ്കേതികത്വം ഒക്കെ ആണല്ലോ. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ മുഖപത്രം, ആ മുഖപത്രത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ എതിരാളികൾ ശ്രമിക്കരുത്, അവിടെ പരാജയപ്പെടുകയുള്ളൂ. ആശയപരമായിട്ട് ഒരു പാർട്ടിയെ എതിരിടാൻ പറ്റാതാകുമ്പോഴാണ് അവരുടെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപനമാണ് നാഷണൽ ഹെറാൾഡ്. അത് അസോസിയേറ്റഡ് ജേർണലിസ്റ്റിൻ്റെയും യങ് ഇന്ത്യയുടെയും ഒക്കെ ബന്ധപ്പെട്ടെടുക്കുന്ന സ്ഥാപനങ്ങൾ, 2 or 3 സംസ്ഥാനത്തോടെ സ്ഥാപനങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ. ആ സ്ഥാപനങ്ങളെ എന്ന് പറയുന്നത് അത് മരവിപ്പിക്കാനല്ല ഒരു രാഷ്ട്രീയ കക്ഷി, ഭരിക്കുന്ന കക്ഷി ശ്രമിക്കേണ്ടത്. പഴയ കാലത്ത് CBI ആയിരുന്നു കൂടുതൽ അന്വേഷണം നടത്തിയിരുന്നത്. ഇപ്പോൾ CBIക്ക് പകരം ED കുറിച്ചാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് ED കുറിച്ച് കൂടുതൽ കേൾക്കാൻ കാരണം? സാമ്പത്തികമായ ആരോപണം വന്നാൽ ആരായാലും തടർന്നു പോകും. ഇപ്പം നമ്മൾ തന്നെ വ്യക്തിപരമായിട്ട് അയാളെ സാമ്പത്തികമായിട്ട് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായി തളരും. അങ്ങനെ ഒരു ഉദ്ദേശമാണ് രാഷ്ട്രീയമായി BJP ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസ് വിശ്വസിച്ചേൽപ്പിച്ചൊരു കുടുംബമാണത്. ആ കുടുംബത്തിനെ കോൺഗ്രസ് വിശ്വാസമുള്ളൂ. ആ കുടുംബാധിപത്യത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമുള്ളവരെ കോൺഗ്രസിനുള്ളൂ. അല്ലാത്തവർക്ക് കോൺഗ്രസിൽ നിന്നും പോകാം, ഒരു കുഴപ്പവുമില്ല. ഈ രാഹുൽ ഗാന്ധിയെ BJP കഴിഞ്ഞ തവണ ഭരിക്കുമ്പോൾ എത്രയോ തവണ അദ്ദേഹത്തിനെതിരെ ഓരോ കേസ് കൊണ്ടുവന്നു. അദ്ദേഹം വിദേശത്ത് പോയിട്ട് രാജ്യത്തിനെതിരെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയപ്പോൾ തിരിച്ചു വന്ന രാഹുൽ ഗാന്ധി ചോദിച്ചെന്താ, എനിക്ക് സംസാരിക്കാൻ 10 മിനിറ്റ് തരൂ ലോക്സഭയിൽ എന്ന് പറഞ്ഞില്ലേ? കൊടുത്തോ? ഇല്ലല്ലോ. എന്താ കാരണം? കൊടുത്താൽ ആ രാഷ്ട്രീയ ആയുധത്തിൻ്റെ മുനയൊടിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് BJP ഇത് രാഷ്ട്രീയ ആയുധമാക്കാൻ എത്രത്തോളം ശ്രമിക്കുന്നോ അത്രത്തോളം അവർ പിന്നാക്കം പോവുകയുള്ളൂ. അതുകൊണ്ടാണ് കോടതിയിൽ ഓരോ ദിവസം ഇങ്ങനത്തെ ഓരോരോ നിയമപരമായ സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇതിലൊരു പുതുമയുള്ള വിഷയമൊന്നും അല്ലിത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ സാമ്പത്തിക കുറ്റാരോപണമെന്നോ രാജ്യത്തിൻ്റെ സ്വത്ത് കൊള്ളയടിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. അപ്പം BJPയുടെ ഈ പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യുന്നു അല്ലെങ്കിൽ കോടതി വരുമ്പോൾ എന്തെങ്കിലും വിഷയം ആകുന്നതല്ലാണ്ട് ഏതെങ്കിലും BJPയുടെ സമുന്നത നേതാവ് ഈ വിഷയമായിട്ട് രംഗത്ത് വരുന്നുണ്ടോ? ഇല്ല. കാരണം അവർക്കറിയാം ഒരു പാർട്ടിയുടെ മുഖപത്രം എങ്ങനെയാണ് നടത്തുക അവർക്കറിയാം. പഴയ കാലത്ത് ഭരണം കിട്ടുന്നതിന് മുമ്പ് നമ്മുടെ ഗോവിന്ദാചാര്യൊക്കെ എത്രയോ ഭംഗിയായിട്ട് താത്വികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതാണ്. അവരെ പോലുള്ളവർക്കൊക്കെ ഇപ്പോൾ അവർ മിണ്ടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ BJP കോൺഗ്രസിനെ അവർക്ക് ആക്ഷേപിക്കണമെങ്കിൽ, അവർക്ക് രാഷ്ട്രീയമായി എതിർക്കണമെങ്കിൽ, അവർക്ക് ആശയപരമായി എതിർക്കണമെങ്കിൽ അവർക്കതിന് സാധിക്കും. പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാപനങ്ങൾ പിടിച്ചെടുത്തുകൊണ്ടും ഫണ്ട് മരവിപ്പിച്ചുകൊണ്ടും ആവരുത്. നേരത്തെ പറഞ്ഞില്ലേ എത്ര കാലം ഫണ്ട് മരവിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. അതായത് നമ്മുടെ നാട്ടിലെ അത് സംസ്ഥാനത്താണെങ്കിലും ദേശീയ തലത്തിലാണെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ പോരടിക്കുമ്പോൾ അവരുടെ സ്ഥാപനങ്ങളെയോ മുഖപത്രങ്ങളെയോ അവിടേക്ക് അതിക്രമിച്ച് കയറിയിട്ടല്ല അവരെ തളർത്താൻ ശ്രമിക്കേണ്ടത്, മറിച്ച് അവർക്കെതിരെ ആശയപരമായ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടാണ്.